എന്താണ് വെൽഡിങ്? ആധുനിക യുഗത്തിൽ വെൽഡിങ്ങിന് ഭയങ്കര സ്ഥാനമാണുള്ളത്. ആദ്യം നമ്മുടെ പല ടൈപ്പ് ജോയിൻറ്റുകളുള്ളത്, പല രണ്ട് ലോകങ്ങളെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് പല പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ട് തൊട്ട്. റിവെറ്റിങ്, അതായത് റിവെറ്റ് ചെയ്യുക, ബോൾട്ട് ചെയ്യുക, സോൾഡർ ചെയ്യുക, ബ്രേസ് ചെയ്യുക, ഇങ്ങനെ പല പല ലോകങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെർമനൻ്റ് ആയിട്ടുള്ള ജോയിൻ്റ് അല്ലെങ്കിൽ ലോകങ്ങൾ തമ്മിൽ സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് വെൽഡിങ്. മറ്റേ പെർമനൻ്റ്, റിവറ്റ്, സെമി പെർമനൻ്റ്, ബോൾട്ട്, നെറ്റ് ബോൾട്ട്, താൽക്കാലിക ടെമ്പററി ജോയിൻറ്റ്സ്. അപ്പം ഈ കാലത്ത് നമ്മുടെ ഈ യുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് അതായത് ചെലവ് കുറഞ്ഞതായ ഒരു പ്രക്രിയയാണ് വെൽഡിങ്. ഈ വെൽഡിങ് ആധുനിക യുഗത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന വെൽഡിങ് തുടങ്ങിയിരിക്കുന്നത് ഏകദേശം 1885 ആദ്യമായിട്ട് ബെർണാഡ്സ് എന്ന ഒരാളാണ് ഈ ആർക്ക് വെൽഡിങ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് ഈ ഫ്ലെക്സ് കോട്ട് ചെയ്യാതെ കോർ വയർ മാത്രം ഉപയോഗിച്ചാണ് ഈ വെൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ കോർ വയർ മാത്രം ഉപയോഗിച്ച് വെൽഡ് ചെയ്യുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? ഒരുപാട് സ്പാറ്റേഴ്സ്, അതായത് നിങ്ങൾ വരുമ്പോൾ പറഞ്ഞുതരും, ഒരുപാട് തരിതരികൾ, തീപ്പൊരിയുടെ കൂട്ടത്തിൽ ഒരുപാട് ലോഹത്തരികളും ചെതറിയിട്ട് നല്ല വെൽഡിങ്, നല്ല യൂണിഫോമിലോ അല്ലെങ്കിൽ കറക്റ്റായിട്ടോ വെൽഡിങ് നമുക്ക് കിട്ടിയിരുന്നില്ല. അതേസമയം 1907 ഇന്ന് ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ ഇലക്ട്രോഡ് വെൽഡിംഗ് റോഡ് എന്നൊക്കെ പറയുന്ന കണക്ക് ഇന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് 1907 മുതലാണ്. അപ്പം അതിന് ഈ പണ്ടത്തെ ആ കോർവയറിൻ്റെ അല്ലെ കമ്പിയുടെ പുറത്ത് ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു സാധനം പെരട്ടി അല്ലെങ്കിൽ അതിനിപ്പോൾ എല്ലാം മെത്തേഡുണ്ട്. അതിൻ്റെ പുറത്ത് ഇപ്പം നമ്മൾ ചന്ദനത്തിൽ തന്നെ ഉദാഹരണം കണ്ടിട്ടില്ലേ, ഒരു ചെറിയ കമ്പിൻ്റെ പുറത്ത് ആ പദാർത്ഥം പുരട്ടി അത് ചന്ദനത്തിരിയാകും. ആ ചന്ദനത്തിരി കത്തുന്ന കൂട്ടത്തിൽ കത്തുന്ന കൂട്ടത്തിൽ ആ കമ്പും കത്തിപ്പോകും. അതുപോലെയാണ് നമ്മുടെ ഇലക്ട്രോഡ് കത്തുന്ന കൂട്ടത്തിൽ ആ പുറത്ത് പുരട്ടിയിരിക്കുന്ന ഫ്ലെക്സും അതനുസരിച്ച് ഉരുകി മാറിക്കൊണ്ടിരിക്കും. അപ്പം അന്ന് അതായത് കൂടുതൽ ആവശ്യങ്ങൾ, അതായത് പണ്ട് ഈ യുദ്ധത്തോടുകൂടി ഒരുപാട് നശിച്ചു പോയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമഗ്രികളെല്ലാം നശിച്ചു പോയപ്പോഴേക്ക് പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം, പെട്ടെന്നുള്ള സമയം ആവശ്യം വരും. അപ്പോഴേക്ക് ഈ നട്ട് ബോൾട്ട് ഇട്ടുകൊണ്ടൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അതായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ റോഡ് പണി കണ്ടില്ലായിരുന്നു. പണ്ട് ഈ നമ്മളെല്ലാം വിളിക്കുന്ന അമ്മാവൻ വണ്ടി എന്ന് പറഞ്ഞാൽ സാധനം റോളർ ഒരു തുണി കൊണ്ട് നനച്ചൊക്കെ കൊടുത്തിട്ട് പതിയെ പോയിട്ട് ഏകദേശം ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ പോലും 1 കിലോമീറ്റർ നടക്കത്തില്ലായിരുന്നു. അതേസമയം ഇപ്പോഴത്തെ നോക്കി എല്ലാം പെട്ടെന്നാണ്. അതായത് മെഷീനറിയുടെ, അത് പുതിയ മെഷീനറി കണ്ടുപിടുത്തം അതനുസരിച്ചുകൊണ്ടുള്ള ആധുനിക യുഗത്തിനകത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴേക്ക് ആ സമയത്താണ് ഇപ്പോൾ 1940 ടിഗ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്. അത് സാധാരണ നമ്മൾ ആർഗൺ ഗ്യാസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ഗ്യാസ് ഉപയോഗിച്ച് 1940 ആ വെൽഡിങ് നമ്മൾ തുടങ്ങാൻ സാധിക്കുന്നു. 1948 ഉപയോഗിച്ച് തീർക്കാവുന്ന ലോഹം, അതായത് മിഗ് വെൽഡിംഗ് ആണ്. അതിനകത്ത് ഉപയോഗിക്കുന്നത് മെറ്റൽ ഇനർട്ട് ഗ്യാസ്. സാധാരണ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് CO2 ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പം അത് നമുക്ക് ഒരു റോൾ ചെയ്തിരിക്കുന്ന ഒരു ഫില്ലർ വയർ കാണും. ആ ഫില്ലർ വയർ നമ്മൾ ടോർച്ചിനകത്തൂടെ വന്നിട്ട് ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇലക്ട്രിക് ആർക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇലക്ട്രിസിറ്റി വേണം, അതുപോലെ റെക്ടിഫയറോ ജനറേറ്ററോ ആ മെഷീൻ വേണം. അതിനകത്തൂടെ ആർക്ക് വന്നിട്ട് ആ റോൾ ചെയ്തിരിക്കുന്നത് തന്നെത്താൻ റോൾ ചെയ്ത് ഇതിനകത്തൂടെ നമ്മൾ വെൽഡ് ചെയ്യുന്നതനുസരിച്ച് ആ ഫില്ലർ വയർ തീരും. അതനുസരിച്ചുകൊണ്ട് വെൽഡിങ് മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മിഗ് വെൽഡിങ്ങും ടിഗ് വെൽഡിങ്ങും ആണെങ്കിൽ തന്നെയും ആർക്ക് വെൽഡിംഗ് ആണ് നമ്മുടെ അടിത്തറ. ആ അടിത്തറ കഴിഞ്ഞാൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ കൂട്ടത്തിൽ അടുത്ത വെൽഡിംഗ് ഉണ്ട് ഗ്യാസ് വെൽഡിംഗ്. ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെച്ചിട്ട് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയും. അതുപോലെ ഓക്സി ഹൈഡ്രജൻ, ഓക്സി കോൾ ഗ്യാസ്, ഓക്സി നൈട്രജൻ, ഇതെല്ലാം അതിനകത്ത് ഒരു ഫ്യൂവൽ ഗ്യാസ്, അതായത് കത്തുന്ന വാതകവും ഒരു സപ്പോർട്ടർ ഗ്യാസും, അതായത് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകം. കത്താൻ സഹായിക്കുന്ന വാതകത്തിൻ്റെ കൂടെ
കത്തുന്ന ഒരു വാതകം കൂടെ ചേർത്തിട്ട് നമ്മളൊരു ജ്വാല അല്ലെ ഫ്ലെയിം ഉണ്ടാക്കുന്നു. ആ ഫ്ലെയിം നമ്മൾ ഉരുക്കി, അതായത് രണ്ട് ലോഹങ്ങൾ തമ്മിൽ ഉരുക്കി യോജിക്കുന്ന കൂട്ടത്തിൽ ഈ ഫില്ലർ വയർ എന്ന് പറഞ്ഞ് നമ്മൾ ആ ലോഹത്തിന് ഏതാണ്, ഇപ്പോൾ ഇരുമ്പാണ് ഇരുമ്പ്, സ്വർണ്ണമാണ് സ്വർണം, വെള്ളിയാണ് വെള്ളി, ബ്രാസാണ് ബ്രാസ്, ഏത് മെറ്റലാണോ ആ മെറ്റലിൻ്റെ തന്നെ അല്ലെ ആ ലോഹത്തിൻ്റെ തന്നെ ഫില്ലർ വയർ ഉപയോഗിച്ച് നമ്മൾ ഫില്ലർ മെറ്റൽ, അതായത് ആ വിടവ് നികത്താനുള്ള ഒരു റോഡ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതിനാണ് ഫില്ലർ മെറ്റൽ എന്ന് പറയുന്നത്. ആ ഫില്ലർ മെറ്റൽ കൊണ്ട് ഗ്യാസ് വെൽഡ് ചെയ്യുന്നു. ആ മെറ്റൽ ഇല്ലാതെയും ചെയ്യാം. കാരണം നമ്മളൊരു ബഡ് ജോയിൻ്റ് എന്ന് പറയും, അത് നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. രണ്ട് ഈ ലോഹങ്ങൾ തമ്മിൽ ഏറ്റവും ചേർത്ത് വെച്ച് യാതൊരു വിടവും ഇല്ലാതെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഫ്ലെയിം കൊണ്ട് മാത്രം, യാതൊരു വിത്തൗട്ട് ഫില്ലർ റോഡ് ഇല്ലാതെ നമ്മൾ അത് ഉരുക്കി സംയോജിപ്പിക്കുന്ന, അതും ഈ ഗ്യാസ് വെൽഡിങ്ങിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഫില്ലർ വയർ ഉപയോഗിച്ചില്ലേ ഫില്ലർ റോഡ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാം, ഇല്ലാതെയും വെൽഡ് ചെയ്യാം. അതെല്ലാം ഫ്യൂഷൻ വെൽഡിംഗ് ആണ്, അതായത് ഉരുക്കി ചെയ്യുന്ന വെൽഡിംഗ് ആണ്. പിന്നെ ഫ്യൂഷൻ വെൽഡിംഗ് അല്ലാതെ നോൺ ഫ്യൂഷൻ, അതായത് ഉരുകണ്ട ഒരു റെഡ് ഹോട്ട്, അതായത് നല്ല പഴുത്തിരിക്കുന്ന കണക്കുള്ള ലോകം പതിയെ അടിച്ച് പ്രഷറോ എന്തെങ്കിലും ഈ ഹാമറിങ്ങോ ചെയ്തിട്ട് അത് ഫോർജ് വെൽഡിങ് എങ്ങനെയായിരുന്നു പണ്ട് കൊല്ലൻ്റെ ആലയിലൊക്കെ, പണ്ട് നമ്മുടെ കോടാലിയൊക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല, വീട്ടുകാർ അമ്മയച്ഛനോടൊക്കെ ചോദിച്ചറിയാം, കോടാലിയുടെ ഈ കുഴ അത് പിടിപ്പിക്കുന്നത് നല്ലോണം പഴുപ്പിച്ച് ഹാമർ ചെയ്തായിരുന്നു. ഇപ്പോഴാണ് അത് ഇപ്പം നേരെ വെൽഡ് ചെയ്യുക. കാരണം അത്രയും സമയം കളയാതെ അദ്ദേഹത്തിൻ്റെ കരി പോകത്തില്ല, അദ്ദേഹത്തിൻ്റെ ഈ പ്രഷർ ഉള്ള ആരോഗ്യം പോകത്തില്ല. അപ്പോഴേക്കും പെട്ടെന്ന് 2 ഇലക്ട്രോഡ് മതി അത് വെൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആധുനിക യുഗത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുണ്ടല്ലോ ഒരുപാട് വെൽഡിംഗ് ഉണ്ട്. ഇപ്പം അതിൻ്റെ റോബോട്ട്സ് വെൽഡിങ്, അതായത് നിർമ്മിത ബുദ്ധി, അതുപോലെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്ന, അതുപോലെ വെൽഡ് ചെയ്തോളും, അദ്ദേഹം ചെയ്തോളും. നമ്മളിവിടുന്ന് ഒരു ഓപ്പറേറ്റ് ചെയ്ത് ഒരുപാട് ഒരു സ്വിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കാണിച്ചു കൊടുത്താൽ മാത്രം. അതിപ്പോൾ ആധുനിക യുഗത്തിലോട്ട് അത്രയും നമ്മൾ ഇതായി അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രക്രിയയ്ക്ക് വെൽഡിങ് രീതി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളുണ്ട്. അതായത് യോജിപ്പിക്കേണ്ട ലോഹങ്ങളെ പറ്റി വെൽഡർ അറിയണം. അതിന് പറ്റിയ ഫില്ലർ വയർ അല്ലെ ഇലക്ട്രോഡ് എന്താണെന്ന് ഈ വെൽഡർ കറക്റ്റായിട്ട് അറിയണം. വിവിധ തരം വെൽഡിങ് ജോലികൾ ചെയ്യുമ്പോൾ കെൽപ്പുള്ള നല്ല വെൽഡറാകാനായിട്ട് തന്നെ നിരന്തരമായ പരിശീലനം വേണം. അല്ലാതെ പ്രായോഗിക പരിശീലനത്തിനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ഒരു മാസം വെൽഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് കൈയുടെ ബാലൻസ് ശകലം കുറയും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, അത് സ്റ്റക്കാവും. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ ബാലൻസ്, അതായത് ഇപ്പം പണി ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഇത് ഇപ്പോൾ ഒരു മാസം അല്ലെ 2 മാസം ഇവിടുത്തെ കണക്ക് ലോക്ക്ഡൗൺ കണക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിർത്തില്ല. പിന്നെ നമ്മളത് നിരന്തരമായിട്ട് തന്നെ പ്രായോഗിക പരിശീലനം തന്നെ നേടിയെടുക്കുക തന്നെ വേണം. എന്നാലേ ഈ വെൽഡറായിട്ട് നല്ല വെൽഡറായിട്ട് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഈ സാധാരണ ഇപ്പം നമ്മളിവിടെയൊക്കെ കാണുന്ന വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളെ മറ്റേ ഇപ്പം നമ്മൾ ഇഷ്ടം പോലെ കാണാം നമ്മുടെ സ്ട്രെസ് വർക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഇപ്പം ഇരുമ്പ് കൊണ്ട് ചെയ്യുന്നതാണ്. മിക്കടത്തും ഇരുമ്പ്, അലൂമിനിയം അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലോഹങ്ങൾ കൊണ്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കൊക്കെ വെൽഡറുടെ വെൽഡിങ്ങിൻ്റെ മെഷീനും അതൊക്കെ ഇപ്പം ഓരോരുത്തർ സെൽഫായിട്ട് ചെറിയ ഇത് പരിപാടിയായിട്ട് കിടന്ന് ഇപ്പം ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ ഒരു മാർഗമായിട്ട് വെൽഡർമാരെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമയം കൂടാണ്. അപ്പോഴേക്കും അത് കെട്ടിടങ്ങളുടെ പിന്നെ കപ്പൽ നിർമ്മാണം, ഷിപ്പ് യാർഡിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വെൽഡറും ഫിറ്ററുമാണ്. ഫിറ്റർ 2 പേരുണ്ടെങ്കിൽ വെൽഡർ ഒരു 10 പേര് വേണം. കാരണം ഒരു 5-10 മീറ്റർ വീതിയോ നീളമൊക്കെ ഉള്ള ഷീറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് ടാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഈ വെൽഡർമാരാണ് വെൽഡ് ചെയ്യേണ്ടത്. അത് പുതിയ സൈസ് വെൽഡിങ്, എല്ലാ പുതിയ ടൈപ്പുള്ള വെൽഡിംഗ് ആണ്. അത് ഇവിടെ ഇവിടെ ഏതായാലും നമ്മുടെ ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ ഈ ITI തന്നെയാണ് മിഗ്, ടിഗ്, ഗ്യാസ്, ഇലക്ട്രിക്കൽ, കട്ടിങ് ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതനുസരിച്ച് പഠിക്കുകയും വേണം ഇവിടെ വരുമ്പോൾ. പിന്നെ വീട്ടുപകരണങ്ങൾ, പാലങ്ങൾ,
ബഹിരാകാശയാനം, അതായത് റോക്കറ്റ്, മിസൈലുകൾ, റെയിൽവേയിലെല്ലാം ഈ തെർമിറ്റ് വെൽഡിംഗ് ഒക്കെ റെയിൽവേയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അപ്പം അതൊക്കെ ഈ വെൽഡർമാർ നല്ല സ്കില്ലായിട്ട്, നല്ല പ്രായോഗിക പരിശീലനമുള്ള വെൽഡർമാരെ അവർ എടുക്കത്തുള്ളൂ. അത് കാരണം ഒരിക്കലും പിന്നോക്കം പോകാതെ എപ്പോഴും മുന്നോട്ട് വരണമെന്നുള്ള ആ ആവശ്യം നമ്മുടെ തന്നെയാണ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ പ്രായോഗിക പരിശീലനത്തിനും. അതുപോലെ ഇപ്പം അറിയണം, ചെറിയ ഡ്രോയിങ് അറിയണം, ഇത് തിയറിയെക്കുറിച്ച് അറിയണം. ഇത് കറക്റ്റായിട്ട് അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രായോഗിക പരിശീലനത്തിൽ അത് നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റത്തുള്ളൂ. അതായത് വെൽഡിങ് മാത്രം പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു റോഡ് കത്തിക്കാൻ ഏതെങ്കിലും നമുക്കൊരു വർക്ക്ഷോപ്പിൽ നിന്നാൽ മതി. പക്ഷേ ബാക്കിയുള്ള അനുബന്ധ തിയറിയും അതെല്ലാം അനുസരിച്ച് നമ്മൾ അത് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ വെൽഡിങ്ങിനെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ഫ്യൂഷൻ വെൽഡിങ് അഥവാ ഉരുക്കി വയ്പ്പിക്കുന്നത് വെൽഡിങ്, രണ്ട് നോൺ ഫ്യൂഷൻ വെൽഡിങ്. അത് മുമ്പേ പറഞ്ഞ നോൺ ഫ്യൂഷൻ വെൽഡിങ്, ഫോർജ് വെൽഡിങ്. അതായത് കൊല്ലന്മാരുടെ ആലയിലൊക്കെ നിങ്ങൾ ഇപ്പം കാണുന്നില്ലായിരിക്കാം, പക്ഷേ കൊല്ലന്മാരുടെ ആലയിൽ ഞാൻ മുമ്പേ പറഞ്ഞ കോടാലിയൊക്കെ ചെയ്യുന്ന കണക്കുള്ള അത് ഫോർജ് വെൽഡിങ്, നോൺ ഫ്യൂഷൻ വെൽഡിങ് ആണ്. ഫ്യൂഷൻ വെൽഡിങ് ആണ് നമ്മൾ ഉരുക്കി. ഇപ്പോൾ ആർക്ക് വെൽഡിങ് ഉണ്ട്, ഗ്യാസ് വെൽഡിങ് ഉണ്ട്, ഇതെല്ലാം ഫ്യൂഷൻ വെൽഡിങ്.